ശരിക്കും ഇപ്പം വിവാഹ ബന്ധം പിരിയാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകാം. രണ്ട് കപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം പല കാരണങ്ങളുണ്ടാകാം. എന്നാൽ ഇതിൽ ശരിക്കുള്ള വിക്ടിം ആരാണ് ഇതിൽ സഫർ ചെയ്യുന്നത്? ഈ പറയുന്ന ഹസ്ബൻഡോ വൈഫോ അതിലുപരിയായിട്ട് ശരിക്കുള്ള വിക്ടിം ആരാണ്? ഇപ്പം നമ്മൾ ഡിവോഴ്സിൻ്റെ പ്രോസസ്സിൽ സത്യം പറഞ്ഞ എല്ലാവരും വിക്ടിംസാണ്. ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ കുഞ്ഞുങ്ങളും വിക്ടിമാണ്. അല്ല, കുഞ്ഞുങ്ങളും വിക്ടിമാണ്. അതുപോലെ തന്നെ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫും വളരെയേറെ ട്രോമയിലൂടെയാണ് പോകുന്നത്. കാര്യം ഇവർക്ക് ഇമോഷണലി ഇവർ ഭയങ്കരമായിട്ടുള്ള വിഷമത്തിലേക്ക് പോകുന്നു, സാമ്പത്തികമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നു. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ ഏറ്റവും അധികം അവരായിരിക്കും വിഷമിക്കുന്നത്. കാര്യം അവർക്ക് അച്ഛനും വേണം അമ്മയും വേണം. പ്രത്യേകിച്ച് ഈ കോർട്ടിലേക്കൊക്കെ കേസുകൾ പോകുന്ന സമയത്ത് കുട്ടികളെ കോർട്ടിലേക്ക് എത്തുന്നത് തന്നെ കുട്ടികൾക്ക് ഭയങ്കര പ്രയാസമാണ്. കാര്യം ജഡ്ജി ചോദിക്കും ആരോടെ പോകണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുമല്ലോ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു സിസ്റ്റം കുട്ടികളെ, ഒന്നീ കോർട്ടിൻ്റെ സൈഡിൽ അതല്ലെങ്കിൽ പാർക്കിൽ. അപ്പോൾ ഇവിടെ എല്ലാം പോകുന്ന സമയത്ത് കുട്ടികൾക്ക് വിഷമമാണ്. അതിനോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം ഞാൻ കണ്ട കാര്യം, കുട്ടികളുടെ സ്വഭാവത്തിലെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാര്യം ഇപ്പം അച്ഛനും അമ്മയും കൂടെ വേർപിരിഞ്ഞു, വീക്കെൻഡിൽ അച്ഛൻ വന്ന് കുട്ടിയെ കാണുന്നു, കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുന്നു. ചില കേസുകളിൽ എനിക്ക് തോന്നുന്നു കുറച്ച് മണിക്കൂർ കാണാം, ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അടുത്ത ദിവസം സൺഡേ വൈകിട്ട് പാർക്കിലോ മ്യൂസിയത്തോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വിടുന്നു. അപ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ കുറച്ച് മണിക്കൂറോ അല്ലെങ്കിൽ കുറച്ച് ദിവസം കുട്ടിയെ കാണുന്നുള്ളൂ. അച്ഛനും അച്ഛൻ്റെ വീട്ടുകാർക്കും ഒക്കെ കുട്ടിയെ എടുത്ത് അമിതമായ സ്നേഹമാണ്. ആവശ്യമില്ലാത്തതും അനാവശ്യവുമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഈ കുട്ടിക്ക് മേടിച്ചു കൊടുക്കും. അപ്പം തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് കുട്ടി പോവുകയാണ്. കുട്ടി ഇതേ ആവശ്യങ്ങൾ അവിടെയും പറയും. അപ്പോൾ അമ്മ പറയും ഇല്ല, ക്യാഷ് ഇല്ല, പറ്റത്തില്ല. അപ്പം പിന്നെ എൻ്റെ അച്ഛൻ എനിക്ക് മേടിച്ച് തന്നതോ. അവിടെ നമ്മളൊരു പുവർ പാരൻറ്റിങ്ങിൻ്റെ ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട് പല കേസിലും. കാര്യം അമിതമായിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കാൻ നമ്മളിങ്ങനെ ഈ പുറത്തുള്ള പല കാര്യങ്ങളും ഇപ്പം നമുക്കറിയാമല്ലോ, നീഡിനല്ല സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നത്, ചുമ്മാ നമ്മൾ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ സ്വഭാവത്തിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കും. ഈ പാരൻസ് എപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്? കുട്ടി ഒരു ടീനേജിലോ ഒക്കെ ആവുന്ന സമയത്താണ് അവൻ്റേതായ രീതിയിൽ അവൻ പല ആവശ്യങ്ങളും പറയണ സമയത്ത് പിന്നെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ട് വരും. അന്ന് ഒരു ടോയ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ കുട്ടി ഈ പ്രാവശ്യം അച്ഛൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നത് 10 ലക്ഷം രൂപയുടെ ബൈക്കായിരിക്കാം. അപ്പം നോ എന്ന് പറയപ്പം അവിടെ പ്രശ്നമായി. ഇപ്പോഴത്തെ ടീനേജേഴ്സിൽ ഏറ്റവും കാണുന്നത് ഈ നോ എന്ന വേർഡ് അവർക്ക് ഭയങ്കര ഒരു അലർജി പോലെയാണ്. പറ്റില്ല, തരില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പ്രവണത കാണാറുണ്ട്. അപ്പോഴത്തേക്ക് അവരുടെ തലയടിച്ച് പൊട്ടിക്കുക. അതിപ്പോ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആരാണെങ്കിലും ശരി, അങ്ങനെ ഒരു പ്രവണത കാണുന്നുണ്ട്. അതെല്ലാം ഈ ബാഡ് പാരന്റിങ്ങിൻ്റെതായിരിക്കാം അല്ലേ? തീർച്ചയായിട്ടും. കാര്യം കുട്ടിക്കാലം തൊട്ടേ നമുക്കറിയാം, ഇപ്പോൾ ഒരു ബലൂൺ കാരൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ബലൂണ് 10 രൂപ വിലയുള്ളൂ, നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം അല്ലേ? അപ്പം നമ്മളവിടെ ആദ്യം തന്നെ കുട്ടി നിർബന്ധമായിട്ട് ആ സാധനത്തിന് ആവശ്യപ്പെടുന്നു, നമ്മൾ മേടിച്ചു കൊടുക്കുന്നു. പിന്നെ പ്രായത്തിനനുസരിച്ച് ആവശ്യങ്ങൾ കൂടി വരുന്നു. നമുക്ക് അത് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരപ്പം നമുക്കത് നേടിക്കൊടുക്കാൻ പറ്റാതിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കുട്ടികളുടെ അടുത്ത് ഇപ്പം നോ പറയില്ല. നമ്മൾ തന്നെ ശ്രദ്ധിച്ചറിയാം, നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകണമെങ്കിൽ പോലും പണ്ടൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ്, ഓക്കെ ഒരു അച്ഛനും അമ്മയും കൂടെ ഫുഡ് വാങ്ങിക്കും, അതിന് ഷെയർ ചെയ്ത് കുട്ടിക്ക് കൊടുക്കും. പക്ഷെ ഇപ്പം കാണുന്ന കുട്ടി തന്നെ എനിക്ക് ഇത് വേണം അത് വേണം, കുട്ടിക്ക് വേണ്ടി വീട്ടുകാർ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് ഇവരാണ് പിന്നെ പോയിട്ട് വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്കാർ. അപ്പോൾ ആൾറെഡി ഇവർക്ക് ആ ഒരു കമ്പാനിയൻഷിപ്പോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണമെന്നോ ഉള്ള ഒരു ചിന്തയില്ലാതെ ആയി പോകുന്നു. അതെ. ഇപ്പം കുഞ്ഞുങ്ങളെ ഈ പറയുന്ന പോലെ കോടതികളിലേക്ക് വരുത്താറുണ്ട്, ഗാർഡിയൻ വാർഡെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ സെപ്പറേറ്റഡ് ആയ പേരൻസിൽ എന്ത് മാനദണ്ഡത്തിലാണ് കോടതി കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കാറുള്ളത്? ഇപ്പോഴത്തെ കോടതി എന്ന് പറഞ്ഞാൽ വളരെ ഫ്രണ്ട്ലിയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കോടതികൾ എടുക്കുന്ന തീരുമാനം വളരെ ആപ്റ്റാണ്. നമ്മളുടെ കോടതികളിൽ ഫാമിലി കോടതിയിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കറക്റ്റ് തീരുമാനമാണ് എടുക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ബയസ്ഡ് അല്ല. കോടതിക്കൊരു അതൊക്കെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ കോടതിക്ക് സമയക്കുറവുണ്ടെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ക്ലാപ്പ്
എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്. ഓക്കെ. ഈ സംഘടനയിൽ നിന്ന് വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ലോയേഴ്സിനെയാണ് ഏർപ്പാടാക്കി കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇൻറ്ററാക്ട് ചെയ്യാനായിട്ട് കോടതി അവസരം അവർക്ക് വേണ്ടിയിട്ട് ഈ കുഞ്ഞുങ്ങളോട് സംസാരിക്കാനായിട്ട് അവർ കുഞ്ഞുങ്ങളോട് സംസാരിച്ചിട്ട് കോടതിക്കൊരു റിപ്പോർട്ട് കൊടുക്കും. അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അതുകൊണ്ട് കോടതിയിൽ വളരെ ആപ്റ്റായിട്ടുള്ളൊരു തീരുമാനമേ കോടതി എടുക്കത്തുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒന്നും കോടതി, കൊച്ചിൻ്റെ വെൽഫെയർ, ഒരു കുഞ്ഞ് ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും കുഞ്ഞിൻ്റെ വെൽഫെയർ അല്ലാതെ കോടതി ഒന്നും തീരുമാനിക്കത്തില്ല. ഇപ്പൊ ആൺകുട്ടിയാണെങ്കിൽ അച്ഛൻ്റെ കൂടെയോ പെൺകുട്ടിയാണെങ്കിൽ അമ്മയുടെ കൂടെയോ അങ്ങനെ ഒരു നിർബന്ധമില്ല. ഇത് എത്രയോ കസ്റ്റഡി, പെൺകുട്ടികളുടെ കസ്റ്റഡി അച്ഛന് കൊടുക്കുന്നുണ്ട്. കോടതിക്ക് കാര്യം അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അച്ഛന് കസ്റ്റഡി കൊടുക്കുന്ന കേസുകളിൽ തന്നെ അതിനകത്ത് വ്യക്തമായ കാരണങ്ങളുണ്ടാവും. അപ്പം ഏത് ജെൻഡർ ആണെങ്കിലും ആർക്ക് വേണമെങ്കിലും കുഞ്ഞിനെ കൊടുക്കാൻ, പ്രൊവൈഡഡ് ആ കേസിന്റെ സീരിയസ്നെസ് അനുസരിച്ചിട്ട്. 5 വയസ്സിന് താഴെയുള്ള അത് അമ്മയുടെ കൂടെ തന്നെ കുഞ്ഞ് നിൽക്കണം. അത് പല സാഹചര്യങ്ങളിലും കോടതിയുടെ തീരുമാനമാണ്. ആ കേസിന്റെ സീരിയസ്നെസ് അനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളാണ്. ഇതിപ്പോ അച്ഛനും അമ്മയും പുറത്തായിരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് തേർഡ് പാർട്ടി ഗാർഡിയൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്. അതായത് ഗ്രാൻഡ് പാരൻസിന് കൊടുക്കാനുള്ള അവർ അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു പെറ്റീഷൻ ഫയൽ ചെയ്താൽ അവർക്കും കസ്റ്റഡി കൊടുക്കും. അത് പലർക്കും അറിയില്ല അങ്ങനെ ഒരു പ്രൊവിഷൻ ഉള്ളതായിട്ട്. അതായത് ഈ പറയുന്ന തേർഡ് പാർട്ടി, അത് ഗ്രാൻഡ് പാരൻസ് ആകാം, അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിട്ട് ആർക്കെങ്കിലും ഒരു ഗാർഡിയൻഷിപ്പ് കൊടുക്കാം. ഇത് പറഞ്ഞപ്പോഴാണ് മാം, ഇപ്പം ഒരുപാട് നമ്മൾ കാണുന്നതാണ്, ഇപ്പം എല്ലാവരും പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഈ പുറത്ത് പോകുന്ന പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അച്ഛനും അമ്മയും പുറത്തായിരിക്കും. കുഞ്ഞുങ്ങൾ ഇവിടെ ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസിന്റെ കൂടെ ആകാം, ഇല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ കൂടെ ആയിരിക്കാം. അപ്പൊ അങ്ങനെ വളരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ അമ്മ എന്ന് പറയുന്നത് വീഡിയോ കോളിൽ കാണുന്ന 2 പേരാണ്. ഇപ്പൊ നമ്മൾ ഫോണിലൂടെ കാണുന്ന കുറെ ഫിലിം ആക്ടേഴ്സിനെ പോലെയോ അല്ലെങ്കിൽ ഫോണിൽ കാണുന്ന കുറെ സംഭവങ്ങൾ പോലെ മാത്രമാണ് ഈ അച്ഛനും അമ്മയായി മാറുന്നത്. ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും അവരുടെ ഫീലിങ്സ്? ഇപ്പം നമ്മളെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നത് അച്ഛൻ അടിച്ച് അമ്മ ലാളിച്ച് അങ്ങനെ വളർത്തിയതിൽ നിന്ന് അവരുടെയൊക്കെ ഒരു രീതി എങ്ങനെയായിരിക്കും? ഇവിടെ തന്നെ ഒരു വലിയ ജനറേഷൻ ഗ്യാപ്പുണ്ട്. കാര്യം അച്ഛനമ്മമാർക്ക് പോലും കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഗ്രാൻഡ് പാരൻസ് വളരെയേറെ ടെൻഷനുള്ളവരായിരിക്കും. കാര്യം കുട്ടികൾക്ക് എന്ത് സംഭവിച്ചാലും അതിന് ആൻസറബിൾ ഗ്രാൻഡ് പാരൻസ് ആണ്. അതുകൊണ്ട് അവർ സദാ ഇങ്ങനെ സെക്യൂരിറ്റിയെ പോലെ എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ട് അവിടെ കുട്ടികളും ഗ്രാൻഡ് പാരൻസും തമ്മിൽ ഇഷ്യൂസ് ആയിരിക്കും, പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗൾഫിൽ അല്ലെങ്കിൽ പുറത്തിരിക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട് അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ കോൺഫ്ലിക്റ്റ് ആയിരിക്കും കുട്ടിയായിട്ട്. ഇഷ്യൂസ് ധാരാളം കാണാറുണ്ട്. കുട്ടികൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഒന്നാമത് അറിയാമല്ലോ, നമുക്ക് ഓരോ ഏജ് നമുക്ക് പോകുന്ന സമയത്തും നമ്മളുടെ മെൻ്റൽ സ്റ്റാറ്റസ് ഒന്നുപോലെയല്ല. ഓക്കെ. ഇപ്പം ചിലപ്പം താങ്കൾക്കിപ്പം എല്ലാം ഭയങ്കര രസകരമായിട്ടൊരു കുന്നിൻ്റെ മുകളിൽ കയറണമെന്ന് പറഞ്ഞാൽ ഓടിച്ചാടി കയറാൻ പറ്റും. ഓക്കെ. ഒരു പ്രായം കഴിയുമ്പോഴേക്കും കുന്നിൽ നിന്ന് വീണ് പോയാലോ എന്നൊരു ടെൻഷനുണ്ടാവും. അപ്പം നമുക്കെല്ലാം നമ്മൾ ഏജിങ്ങിൻ്റെ ഒരു പ്രോസസ്സിലൂടെ പോകും. സ്വാഭാവികമായിട്ട് ഇത് നമ്മളെ കുട്ടികൾക്ക് മനസ്സിലാക്കാനും പറ്റില്ല, അവർക്കും അറിയില്ല. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇഷ്യൂസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിർത്തുന്നു. റിലേറ്റീവ്സിൻ്റെ അവിടെ നിർത്തുന്ന ഒരു പ്രശ്നം ഞാൻ കാണുന്നത്, ഇപ്പം റിലേറ്റീവ്സിനും മക്കളോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്കൊരു വേർതിരിവ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫുഡ് വാങ്ങിച്ചിട്ട് തൻ്റെ കുട്ടിക്ക് കൂടുതൽ കൊടുത്തു, മറ്റേ കുട്ടിക്ക് അത് കുറച്ചേ കൊടുത്തോളൂ. അപ്പോൾ ഈ കുട്ടിക്ക് അത് ഫീലിംഗ് ഉണ്ടാവും. ചിലപ്പം പല സ്ഥലത്ത് യാത്ര കൊണ്ടുപോകുമ്പം വീട്ടിൽ ചിലപ്പോൾ ഹൗസ് മെയ്ഡിൻ്റെ അടുത്ത് നിർത്തിയിട്ട് പോകും, സ്വന്തം കുട്ടിയെ കൊണ്ടുപോകും. അല്ലെങ്കിൽ ഡ്രസ്സ് മേടിക്കണ സമയം. അപ്പോൾ ഇവിടെ എല്ലാം ഇഷ്യൂസ് കാണാറുണ്ട്. പിന്നെ നമ്മുടെ കുട്ടി എത്രത്തോളം സേഫ് ആണെന്നുള്ളത് നമ്മൾ നോക്കണം. ഇവിടെ നിർത്തിയിട്ട് പോകുന്ന സമയത്തെ പാരൻസിനൊക്കെ, ഗ്രാൻഡ് പാരൻസൊക്കെ ചിലപ്പം പല മെഡിസിൻസും ഒക്കെ കഴിച്ചിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ സിംഗിൾ ഗ്രാൻഡ് പാരൻ്റ് ആയിരിക്കാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരും സ്ട്രെസ്ഡ് ആണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിൽ നമുക്കറിയാം പാരൻസിന് പുറത്ത് ജോലി ചെയ്തല്ലേ പറ്റും. അപ്പോൾ അത് അവർക്ക് അല്ലാതെ വേറെ വരുമാന മാർഗ്ഗമില്ല. ഒന്നി സ്വന്തമായിട്ട് കൂടെ നിർത്തുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കാം.
അതല്ലെങ്കിൽ നമ്മൾ ബോർഡിങ് പോലെയുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിയുടെ പഠിത്തവും കുട്ടി സെക്യൂർഡ് ആയിരിക്കും. അങ്ങനെയുള്ള രീതിയിലേക്ക് കുട്ടികൾ വളർന്നു മുന്നോട്ട് വരാൻ നല്ലതായിരിക്കും. അപ്പോൾ ഇത് ടീനേജൊക്കെ ആകുമ്പോൾ അപ്പൂപ്പനും കുട്ടിയും തമ്മിൽ അല്ലെങ്കിൽ അമ്മൂമ്മയും കുട്ടിയും തമ്മിൽ ഇഷ്യൂസ് ആയിരിക്കും. കാര്യം നമുക്കറിയാം, ഞാനൊരു കേസ് കണ്ടതില്ലേ, നമ്മുടെ ഒരു കൊച്ചുമോൻ ഒരു കുട്ടി കാർട്ടൂൺ വരയ്ക്കും. അതിൻ്റെയൊക്കെ ഭീകരമായ മുഖമൊക്കെ ആണല്ലോ പല കാർട്ടൂണിലുള്ളത്. ഇത് വരച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ അവൻ എന്തോ പ്രശ്നമുണ്ട് മാഡം, ഇങ്ങനെയുള്ള കാർട്ടൂണൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞ് വന്നു. അച്ഛനും അമ്മയൊന്നും സ്ഥലത്തില്ല. ഞാൻ പറഞ്ഞു ഇത് നോർമലാണ്, വേറെ ഇഷ്യൂസൊന്നും അല്ല. പക്ഷേ അപ്പൂപ്പന് ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല. ഇതെന്തോ പ്രശ്നമുള്ളതുകൊണ്ടാണ് അവൻ ഇങ്ങനെയുള്ള കാർട്ടൂൺ വരയ്ക്കണത്. രണ്ടാമത് ഗ്രാൻഡ് പാരൻസ് എന്തെങ്കിലും കൂടുതൽ റിലീജിയസ് ആയിരിക്കാം. ഇങ്ങനെയുള്ള രാമായണവും മഹാഭാരതവും ഒക്കെ വായിക്കാൻ വേണ്ടി കുട്ടികളെ നിർബന്ധിക്കും. കുട്ടികളുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ അതല്ല. അപ്പം കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പം ഇഷ്യൂസ് ഒരുപാടാണ്.